ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഗ്രീക്ക് പഠിക്കാം. ഗ്രീസിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ, ഉപരിപഠനത്തിനായും അതല്ലെങ്കിൽ ജോലിക്കായിട്ടൊക്കെ ഗ്രീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ഗ്രീക്ക് ഭാഷ ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഭാഷകളിലൊന്നാണ് ഗ്രീക്ക് ഭാഷ. ഗ്രീക്ക് ഭാഷയുടെ ചരിത്രം പറയുകയാണെങ്കിൽ BC 9-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും BC 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവുമായിട്ടാണ് ഗ്രീക്ക് ഭാഷയുടെ ഉത്ഭവം. ഗ്രീക്ക് ഭാഷ ഉണ്ടാവുന്നത് ഫിനീഷ്യൻ ലിപികളിൽ നിന്നാണ്. ഗ്രീക്ക് ഭാഷ ഉണ്ടാവുന്നത് ഗ്രീക്ക് ലിപി ഉണ്ടാവുന്നതിന് മുൻപ് ഈ ലിപികളെല്ലാം ഫിനീഷ്യൻ ലിപികളായിരുന്നു. ഏകദേശം 22ഓളം ഫിനീഷ്യൻ ലിപികൾ നേരെ ഗ്രീക്ക് ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഗ്രീക്ക് ഭാഷയിൽ 24 ലിപികളാണ് ഗ്രീക്ക് ഭാഷയിലുള്ളത്. ഗ്രീക്ക് ഭാഷയുടെ ആൽഫബറ്റിന് പ്രോട്ടോ കനാനൈറ്റ് ആൽഫബറ്റ് എന്നും പറയും. ഇനി ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഭാഷകൾ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏതാണ്ട് ഒട്ടുമിക്ക ഭാഷകളും അതേപോലെ മധ്യപൗരസ്ത്യ ദേശങ്ങളിലെ ഒരുപാട് ഭാഷകളും ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും മെയിനായിട്ട് പറയുകയാണെങ്കിൽ യൂറോപ്യൻ ഭാഷകളൊക്കെ തന്നെ ലാറ്റിൻ ഭാഷ ഗ്രീക്ക് ഭാഷയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതേപോലെ അർമേനിയൻ ഭാഷ, ഗോഥിക് ഭാഷകൾ ഇതൊക്കെ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ഏറ്റവും മെയിനായിട്ടുള്ള, ഏറ്റവും ചരിത്രമുള്ള, ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള ഒരു സംസ്കാരവും ചരിത്രവും എല്ലാം ഉള്ള ഒരു ഭാഷയാണ് ഗ്രീക്ക്. ഗ്രീക്ക് ഭാഷയെ ഹെല്ലനിക് ഭാഷ എന്ന് കൂടി വിളിക്കാറുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷ ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ. ഈ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് പിന്നീട് സ്പാനിഷ് ഭാഷ, അതേപോലെ ഇറ്റാലിയൻ, ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് തുടങ്ങിയ ഒട്ടുമിക്ക എല്ലാ യൂറോപ്യൻ ഭാഷകളും ഈ ഒരു ലാറ്റിൻ രൂപത്തിൽ നിന്നാണ് പിന്നീട് രൂപാന്തരം പ്രാപിച്ച് അതാത് ഭാഷകളായിട്ട് മാറിയിട്ടുള്ളത്. ഗ്രീക്ക് ഭാഷ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിൽ, അതേപോലെ ചരിത്രം, ഭൗതികശാസ്ത്രം, സയൻസിൻ്റെ മറ്റ് മേഖലകൾ, ഗണിതശാസ്ത്രം, ഇവിടെയൊക്കെ നമ്മൾ ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കാറുണ്ട്. അതായത് ഓരോ ഗ്രീക്ക് ആൽഫബറ്റ്സും നമ്മൾ ഓരോ ഭൗതികശാസ്ത്രത്തിലെ ഓരോ പ്രതിഭാസവുമായിട്ട്, ഓരോ പ്രതിഭാസത്തിൻ്റെയും പേരുകളാണ് ഓരോ ഗ്രീക്ക് ഭാഷയുടെ ആൽഫബറ്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കിരണങ്ങൾ, അതായത് റേസ്, കിരണങ്ങൾ ഗാമ കിരണങ്ങൾ എന്ന് നമ്മൾ ഭൗതികശാസ്ത്രത്തിൽ പറയാറുണ്ട്. അതേപോലെ ഒമേഗ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ നിന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗണിതശാസ്ത്രത്തിലും സയൻസിൻ്റെ മറ്റ് മേഖലകളിലും ഒരുപാട് പദങ്ങൾ, ഒരുപാട് അക്ഷരങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രത്തിൽ നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്നതും ഗ്രീക്ക് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ നിരവധി പ്രയോഗതലത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഗ്രീക്ക്. അതായത് യൂറോപ്യൻ ഭാഷകളുടെയൊക്കെ പ്രപിതാവ് അല്ലെങ്കിൽ മാതാവ് എന്നൊക്കെ നമുക്ക് വിളിക്കാം ഗ്രീക്ക് ഭാഷയെ. ഈ ഗ്രീക്ക് ഭാഷയുടെ സന്താനങ്ങളാണ് പ്ലാറ്റോ, സോക്രട്ടീസ് തുടങ്ങിയ മഹാരഥന്മാർ. കൂടാതെ ഗ്രീസ് വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് ഗ്രീക്ക് ആൽഫബറ്റ്സിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഗ്രീക്ക് ആൽഫബറ്റ്സ്. ഇനി നമുക്ക് ഗ്രീക്ക് ആൽഫബറ്റ്സിലെ ഓരോ അക്ഷരങ്ങൾ പഠിക്കാം. എ ആൽഫ എന്ന് പറയും. ആൽഫ. എ എന്നുള്ള ശബ്ദത്തിന് അറബിക്കിലും ഹീബ്രുവിലും അലിഫ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ആൽഫ എന്ന് പറയും. ആൽഫ കണങ്ങൾ, ബീറ്റ കണങ്ങൾ എന്നൊക്കെ ഭൗതികശാസ്ത്രത്തിലും പറയുന്നുണ്ട്. ഇത് ബീറ്റ. ഇതിനൊക്കെ നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഫാദർ എന്നുള്ളതിലെ എ, ആ, അതാണ് ആൽഫ എന്നുള്ള ശബ്ദം. ബീറ്റ എന്നുള്ളത് നമുക്ക് പറയുകയാണെങ്കിൽ ബോയ് എന്നുള്ളതിലെ ബി. ഇത് ഗാമ കിരണങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഗാമ, അതായത് ജി എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ഗെ എന്നുള്ളതിലെ ജി, ഗാമ. ആൽഫ, ബീറ്റ, ഗാമ. ഡെൽറ്റ. അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോഗ് എന്നുള്ളതിലെ ഡി. ഒരു കാര്യം പറയാൻ മറന്നു, നമ്മളിതിൽ ഇത് വലിയ അക്ഷരമാണിത്.
ക്യാപിറ്റൽ ലെറ്ററാണ്. ഇത് സ്മോൾ ലെറ്ററാണിത്, സ്മോൾ ലെറ്ററാണ്. ഇത് ബി എന്നുള്ളതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ, ഇത് ബി എന്നതിൻ്റെ സ്മോൾ ലെറ്റർ. ഇത് ജി, അതായത് ഗാമ എന്നുള്ളതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ, ഇത് ഗാമ എന്നുള്ളതിൻ്റെ സ്മോൾ ലെറ്റർ. ഇത് ഡെൽറ്റ എന്നുള്ളതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ, ഇത് ഡെൽറ്റ എന്നുള്ളതിൻ്റെ ഇത് എപ്സിലോൺ. എപ്സിലോൺ, എപ്സിലോൺ എന്നുള്ള സൗണ്ട് ഇ എന്നുള്ള ശബ്ദമാണ് എപ്സിലോൺ. അതായത് ബെഡ് എന്നുള്ളതിലെ ഈ ഇ എന്നുള്ള സൗണ്ടാണ് എപ്സിലോൺ. ഇത് സേറ്റ, സേറ്റ. സൂ എന്നുള്ളതിലെ സെഡ്, സ എന്നുള്ള സൗണ്ടാണ് സേറ്റ. ഇത് ഏറ്റ, ഏറ്റ. ഏറ്റ എന്ന് പറഞ്ഞാൽ ഫേ എന്നുള്ളതിലെ എ എന്നുള്ള സൗണ്ടാണ് ഫേ. ഇതും വ്യത്യാസമാണ്. ഇത് ഇ എന്നുള്ള സൗണ്ടാണ് വരുന്നത്, അതായത് എ എന്നുള്ള സൗണ്ട് തന്നെ വരുന്നത്, പക്ഷേ ഇത് എ എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. ഫേ അതിൻ്റെ ക്യാപിറ്റൽ ലെറ്ററാണിത്, സ്മോൾ ലെറ്ററാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇത് തീറ്റ, തീറ്റ. സൈൻ തീറ്റ, കോസ് തീറ്റ എന്നൊക്കെ നമ്മൾ ഗണിതശാസ്ത്രത്തിൽ പഠിക്കുന്നുണ്ട്. ആ തീറ്റ തന്നെയാണ് ഇത്. തീറ്റ, അതായത് ടി എച്ച് എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത്. ത എന്നുള്ള ഉച്ചാരണമാണ് ഇവിടെ വരുന്നത്. തീറ്റ. തിങ്ക് എന്നുള്ളതിലെ ടി എച്ച് എന്നുള്ള സൗണ്ടാണ് തീറ്റ. തീറ്റ എന്നുള്ളതിൻ്റെ ക്യാപിറ്റൽ ലെറ്ററാണിത്, സ്മോൾ ലെറ്ററാണിത്. ഇത് ഇയോട്ട, ഇയോട്ട, ഇയോട്ട. അതായത് ഐ എന്നുള്ള സൗണ്ടാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദ മെഷീൻ എന്നുള്ളതിലെ ഐ, മെഷീൻ എന്നുള്ളതിലെ ഐ ആണിത്. ഇയോട്ട, ഇയോട്ട എന്നാണ് പറയുന്നത്. ഇത് കാപ്പ, കാപ്പ. ഉദാഹരണം പറയുകയാണെങ്കിൽ കെയ്റ്റ്, കെയ്റ്റ് എന്നുള്ളതിലെ കെ, ക എന്നുള്ള സൗണ്ടാണ് കാപ്പ. ഇത് ലാംബ്ഡ, 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 ലാംബ്ഡ. എൽ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ലവ് എന്നുള്ളതിലെ എൽ, ലാംബ്ഡ. ഇത് മ്യൂ, മ്യൂ, മ്യൂ എന്നുള്ള സൗണ്ടാണ്. മ്യൂ, അതായത് മെൻ എന്നുള്ളതിലെ എം ആണ്. മെൻ എന്നുള്ളതിലെ എം, മ്യൂ. ഇത് ന്യൂ, ന്യൂ. അതായത് നെയിം എന്നുള്ളതിലെ ന, നെയിം എന്നുള്ളതിലെ എൻ, ന്യൂ. ന എന്നുള്ള ശബ്ദമാണ് വരുന്നത്. ഇത് സി, സി. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ വാക്സ് എന്നുള്ളതിലെ എക്സ്, വാക്സ് എന്നുള്ളതിലെ എക്സ്, സി എന്നുള്ള ശബ്ദമാണ് വരുന്നത്. ഇത് ക്യാപിറ്റൽ സി, ഇത് സ്മോൾ ലെറ്റർ സി. അതുപോലെ ഇത് ക്യാപിറ്റൽ എൻ, ഇത് സ്മോൾ ലെറ്റർ എൻ. ഇത് ഒമിക്രോൺ, ഒമിക്രോൺ. അതായത് നോട്ട് എന്നുള്ളതിലെ ഒ, ഒ എന്നുള്ള ശബ്ദമാണ് വരുന്നത്. ഒമിക്രോൺ. ഇത് പി, പി. അതായത് പൗഡർ എന്നുള്ളതിലെ പി. നമ്മൾ പൈ, ഗണിതശാസ്ത്രത്തിൽ പൈ, അതായത് ഗണിതശാസ്ത്രത്തിൽ വൃത്ത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പൈ ഉപയോഗിക്കാറുണ്ട് ഗണിതശാസ്ത്രത്തിൽ. ആ പൈ തന്നെയാണിത്.
പി എന്ന് ഗ്രീക്ക് ഭാഷയിൽ ഉച്ചരിക്കും. ഇത് ക്യാപിറ്റൽ ലെറ്ററാണ്, ഇത് സ്മോൾ ലെറ്ററാണ് അതിൻ്റെ. ഇത് റോ പി എന്നാണ്, പി എന്ന ഇംഗ്ലീഷ് അക്ഷരമാണ്, പക്ഷേ ആർ എന്നാണ് ഉച്ചരിക്കുന്നത്. റോ, അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ റോഡ്, അതിലെ റോഡ് എന്നുള്ളതിലെ ആർ, റ എന്നുള്ള ശബ്ദം. ഇത് സിഗ്മ. സെറ്റ്, ഉദാഹരണം പറയുകയാണെങ്കിൽ സെറ്റ് എന്നുള്ളതിലെ എസ് ആണ് സിഗ്മ. ഇതിന് 2 രൂപങ്ങളുണ്ട്. അതായത് ഇങ്ങനെ 2 രൂപങ്ങളുണ്ട്. അതായത് ഇത് ഒരു വാചകത്തിൻ്റെ ആദ്യത്തിൽ അല്ലെങ്കിൽ മധ്യത്തിൽ എസ് വരുമ്പോൾ ഉപയോഗിക്കുന്നതാണിത്. അതുപോലെ തന്നെ ഇത് ഒരു വാചകത്തിൻ്റെ അന്ത്യത്തിൽ, അതായത് എൻഡിൽ, ഒരു വേർഡിൻ്റെ എൻഡിലാണ് ഈ ഒരു സിഗ്മ വരുന്നത്. ഇത് ആദ്യത്തിലും മധ്യത്തിലും വരുന്നത്, ഇത് അന്ത്യത്തിൽ വരുന്നത്. അതാണ് വ്യത്യാസം. ഇത് ടൗ എന്നുള്ളതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ടേബിൾ എന്നുള്ളതിൽ ടി ആണ്. ട എന്നുള്ള ശബ്ദമാണ്. ഇത് യൂപ്സിലോൺ എന്നുള്ള സൗണ്ടാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ല്യൂട്ട് എന്നുള്ളതിലെ യു എന്നുള്ള സൗണ്ട്, അല്ലെങ്കിൽ ഉകാരം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. യൂപ്സിലോൺ, ല്യൂട്ട്, അതിലെ യു എന്നുള്ള സൗണ്ടാണിത്. യു, അത് ക്യാപിറ്റൽ ലെറ്റർ, ഇത് സ്മോൾ ലെറ്റർ. ഇത് ഫി എന്നുള്ള സൗണ്ടാണ്, അതിൻ്റെ സ്മോൾ ലെറ്റർ ഫി. ഇങ്ങനെയാണ് എഴുതുന്നത്. ഫോൺ എന്നുള്ളതിലെ പി എച്ച്, അതായത് ഫോൺ എന്നുള്ളതിലെ ഫ എന്നുള്ള സൗണ്ടാണ് ഫി. ഇത് ഖിയാണ്, ചിയല്ല, ഖിയാണ്. അതായത് കെമിസ്ട്രി എന്നുള്ളതിലെ ഖി എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ഇത് സി, തൃശ്ശൂരം പോലെയുള്ള ഈ ഒരു ചിഹ്നം സി ആണ്. സി, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ലിപ്സ് എന്നുള്ളതിലെ സ്, പി എസ്, സി, ലിപ്സ് എന്നുള്ളതിലെ പി എസ്, അതായത് സി എന്നുള്ള സൗണ്ട്. ഇനി നമുക്ക് ഇതിലെ ലാസ്റ്റ് സൗണ്ട് നോക്കാം. ഒമേഗ. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോ എന്നുള്ളതിലെ ഓ എന്നുള്ള ശബ്ദം തന്നെയാണ് വരുന്നത്, ഒമേഗ. ഇതും നമ്മൾ ഭൗതികശാസ്ത്രത്തിൽ ഓം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, പ്രതിഭാസം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് 24 എണ്ണമാണ് ഗ്രീക്ക് ആൽഫബറ്റ്സ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ആൽഫബറ്റ്സ് 24 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു.